സ്റ്റോൺ ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്കാലപ്പ് മാത്രമാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ ബാക്കിയുള്ള ഫ്ലവറോ ലീഫോ ഒന്നും നമുക്ക് വേണ്ട. ഈ ഒരു സ്കാലപ്പ് ഒരു ഷോളിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ മാത്രം നമ്മൾ ബീഡ്സ് ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഷീറ്റിൽ. അപ്പോൾ ആദ്യം തന്നെ ഈ സ്കാലപ്പിൽ സ്റ്റോൺ ഇട്ടിട്ട് ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്റ്റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ഈ സ്കാലപ്പിൽ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ. ഒരു ഷോളിൻ്റെ ഒരു സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. നമുക്കിതിൽ മാത്രം നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കൊരു ഷോളിൻ്റെ ഒരു സൈഡ് മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഷോളിൻ്റെ സൈഡ് മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബോർഡിൽ ഒരു 6 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുത്താലാണ് നമ്മുടെ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും നമ്മളിതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം. ഇപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറ്റിക്കളയാം. നമുക്ക് ഈ സ്കാലപ്പിൻ്റെ മാത്രം നമ്മൾക്ക് മതി കേട്ടോ ഈ ഒരു ഷോളിൻ്റെ വർക്കിന്. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ഹോളിലൊക്കെ ഇരിക്കുന്ന നമുക്കൊരു ചെറിയ ബ്ലേഡോ അങ്ങനെയൊക്കെ എടുത്തിട്ട് അധികം പ്രസ് ചെയ്യാതെ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കളയാട്ടെ. ഇതൊന്ന് ഒരെണ്ണം പോലും ഇരുന്നാലും അപ്പോൾ പശമ അതൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസൈൻ ആകെ പോവും. അത് കാരണം ഈ ഒരു ഇത് മാത്രം ഇതുമേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അധികം പ്രസ് ചെയ്താൽ നമ്മുടെ ബോർഡൊക്കെ വേഗം കേടായി പോട്ടോ. ഇനി മൊത്തത്തിൽ ക്ലീൻ ആക്കി കളയാട്ടോ അത്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വല്ലതും മറിഞ്ഞു കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഇത് മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടിച്ച് കൊടുക്കാം. പൊട്ടിയുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 6 ഷീറ്റ് എടുത്താലാണ് നമുക്കൊരു ഷോളിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇതുമേ പ്രസ് ചെയ്ത് എല്ലാം ഇത് മുട്ടിക്കുക കേട്ടോ. ഇനി നമുക്ക് കീറിയെടുക്കാം.
കീറെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുമ്മേ ഈ ഒരു കീറി കളഞ്ഞ ഷീറ്റ് ആദ്യം ഇത് മുട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിനി ചെയ്യുന്ന സമയത്ത് നമുക്കിത് എടുത്താൽ മതി. ഇതുപോലെ 6 നമുക്ക് ചെയ്താലാണ് കേട്ടോ ഒരു ഷോള് ഒരു സൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 6 അത് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഒരു ഡിസൈൻ 6 ഇപ്പോൾ ചെയ്ത് വെച്ചു കേട്ടോ. 6 നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷോളാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് സ്കാലപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഷോളിൻ്റെ ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഇത്രയും അറ്റം വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വെട്ടിയെടുത്തു കേട്ടോ. പകുതി ഇതിൻ്റെ വെട്ടിയെടുത്തു. അപ്പോൾ ഈ ഒരു വെട്ടിയ ഭാഗത്ത് നമ്മൾ ഈ സ്കാലപ്പ് ചെയ്യാനാണ് കേട്ടോ പോകണം. നമുക്ക് ഈ സാരിയിലായാലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഈ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്കിതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഓരോന്ന് വെച്ചിട്ട് തേച്ച് അടുത്തായിട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലാണ്ട് മൊത്തത്തിൽ ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കില്ല. ഇതെല്ലാം നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഓരോന്നും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേക്കുന്നത് കാണാം. ഇതിങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഒരു തുണി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് നമുക്ക് തേപ്പട്ടി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള തേപ്പട്ടി ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റോൺ ഇവിടെ ഒട്ടി പിടിക്കും കേട്ടോ. ഒരുവിധം നല്ല ചൂടായി കഴിയുമ്പോഴാട്ടോ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഇവിടെ ഒട്ടുള്ളൂ. അതുവരെ നമ്മളിത് ഇങ്ങനെ തേച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ തേക്കണതിന് മുന്നേ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊളിഞ്ഞ് പോരും കേട്ടോ. നമുക്ക് ഈ ഒട്ടിച്ചത് ഇങ്ങനെ പൊളിഞ്ഞ് നമ്മൾ പൊന്തിക്കുമ്പോൾ പൊളിഞ്ഞ് പോരും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് അവിടെ ഉരുകിയിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നന്നായിട്ട് ചൂടാവണ വരെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഈ അറ്റം വരെ നമ്മൾ ഈ സ്കാലപ്പിൻ്റെ വെച്ചിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഈ ഇപ്പുറത്തെ ഭാഗവും കൂടെ മറച്ചിട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഷോളിൻ്റെ ഈ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ പ്ലാസ്റ്റിക് നമ്മൾ ഊരി കളഞ്ഞിട്ടില്ല കേട്ടോ. ഈ സ്റ്റിക്കർ ഊരി കളഞ്ഞിട്ടില്ല. ഇനി അപ്പുറത്തെ സൈഡും കൂടെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ ഊരാം. നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് ചൂട് കുറച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇത് ഷോളിൻ്റെ തുണിയാകുമ്പോൾ വളരെ നൈസായിട്ടുള്ള തുണിയാണല്ലോ. അപ്പോൾ ചൂട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ അറ്റം വരെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ സ്റ്റോണിൻ്റെ പശ നമ്മുടെ ഈ ഡ്രസ്സ് ഒട്ടിപ്പിടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അപ്പുറം ഇപ്പുറോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ സ്റ്റിക്കർ ഊരി കഴിയുമ്പോൾ ഈ സ്റ്റോൺ നല്ല ഉറപ്പിൽ നമ്മുടെ ഡ്രസ്സുമ്മേ പിടിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ഭാഗം നല്ലോണം മറിച്ചും തിരിച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. ഈ അറ്റ വരെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ സ്റ്റിക്കർ ഇങ്ങനെ ഊരി കൊടുക്കുക കേട്ടോ. നമ്മളിതിൻ്റെ ഈ അരിഭാഗം ഇങ്ങനെ സോൾഡറിങ് കൊണ്ടൊന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇങ്ങനെ നിൽക്കുന്ന ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ തുണിയൊക്കെ നമുക്കൊന്ന് സോൾഡറിങ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഫിനിഷ് ചെയ്യാണ്ട്.
നമ്മൾ ഈ ഷോളിൽ ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സോൾഡറിങ് കൊണ്ട് അരിയൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾ കേട്ടോ. നമുക്കിത് സാരിയിൽ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ഷോൾ പോലത്തെ ആയതുകൊണ്ട് നമുക്കിത് അത്രയ്ക്ക് ഭംഗി തോന്നില്ലെങ്കിൽ തന്നെ നമുക്ക് സാരിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ ഒരു ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ഇപ്പോൾ സ്കാലപ്പിൻ്റെ ആണല്ലോ പുതിയ ട്രെൻഡായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ജോർജറ്റിൻ്റെ സാരിയോ അങ്ങനത്തെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വർക്കൊക്കെ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.